അങ്ങനെ നിബന്ധനകൾ ആരുള്ളത് ഒരാളും എല്ലാമാർക്കേക്ക് വരരുത്. നിങ്ങൾക്കുള്ള ഇടല്ല അത്. അതായത് എനിക്കൊരു വേദം അറിയില്ല, മന്ത്രം അറിയില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയില്ല. ജയ് ഭാരത് പറയാൻ പാടില്ല. ഉറക്കം വിളിച്ചു പറയാൻ അവർക്ക് ധൈര്യം വരണം. ഞാൻ ഈ സംസ്കാരത്തിന്റെ ആൾക്കാരാണ്. കഠിനമായൊരു വിമർശനം ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് മെസ്സേജുകൾ വരും ആൾക്കാർ പേഴ്സണൽ ലൈഫായിട്ട് ബന്ധപ്പെട്ടത്. ചിലപ്പോൾ ഞാൻ പഴനിയിലേക്ക് ഒരു പോക്ക് പോകും. അത് ഞാനും ഭഗവാനായിട്ട് അടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും ഞാൻ അത് നല്ലൊരു അച്ഛനായിട്ട്, നല്ലൊരു ഭർത്താവായിട്ട്, നല്ലൊരു അമ്മയുള്ളപ്പോൾ നല്ലൊരു മകനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഞാൻ പ്ലാൻ ചെയ്ത ജീവിതമല്ല എനിക്ക് ഉണ്ടായത്. പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഉറക്കെ പറയാന്നുള്ളതാണ് അതിന് മറുപടി. സല്യൂട്ട് ഭാരത്. ആത്മീയപരമായിട്ടും ജിയോ പൊളിറ്റിക്സിലൂടെയൊക്കെ സംസാരിക്കുന്ന ഒരാളാണല്ലോ നമ്മുടെ രജത് ജി, LMRKയുടെ ക്യാപ്റ്റൻ. ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഏരിയയിലൂടെ ഒന്ന് സഞ്ചരിക്കാം. അത് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. ജി സല്യൂട്ട് ഭാരതിലേക്ക് സ്വാഗതം. ജി, ഇത്രയും കാലം ജി സംസാരിച്ചിരുന്നത് രാജ്യത്തിന് വേണ്ടി സംസാരിച്ചു, സ്പിരിച്വലി സംസാരിച്ചു, LMRKയ്ക്ക് വേണ്ടി സംസാരിച്ചു. ഞാൻ കുറച്ച് വ്യക്തിപരമായിട്ടും പേഴ്സണലി ലൈഫിലേക്ക് ഒന്ന് കിടക്കാണ്. പലർക്കും അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ജീൻ്റെ ഈ ഒരു LMRKയുടെ ഒരു മുഖം ഇല്ലാതെ ഒരു 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 കുടുംബസ്ഥൻ്റെ മുഖം, ഒരു സുഹൃത്തിൻ്റെ മുഖം, അതൊക്കെ ഒന്ന് ഞങ്ങൾക്ക് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. അതിൽ മുന്നേ ഏറ്റവും ആദ്യമായിട്ടൊരു ചെറിയ പ്രധാനപ്പെട്ടൊരു ചോദ്യം. നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. ഈ ഒരു കാലഘട്ടത്തിനിടയിൽ നിരവധി വിമർശനങ്ങൾ ഞങ്ങൾക്കറിയാം. അപ്പോൾ ഈ വിമർശനങ്ങളൊക്കെ ഇത് നമ്മളൊരു ഫയറായിട്ട് കാണാറുണ്ട് ചിലവർ. എന്ത് രീതിയിലുള്ളൊരു ഈ വിമർശനങ്ങൾ ഏത് രീതിയിൽ ജീനെ മാറ്റിയെടുത്തു, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? നിരവധി വിമർശനങ്ങളൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ ഉള്ളതാണ്. അത് ഈ പബ്ലിക്കിലേക്ക് വരുമ്പോ ഉണ്ടാവുന്ന എല്ലാവർക്കും ഉണ്ടാവും. നരേന്ദ്രമോദിയുടെ കുറ്റം പറയുന്ന ആൾക്കാർ, പിണറായി വിജയനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അത് കേൾക്കാറില്ല, കേട്ട് ഇഷ്ടപ്പെടുക. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ടില്ല, അതൊക്കെ വാഗാണ്. അപ്പൊ എന്ത് ചെയ്താലും അത് കുറച്ച് പേര് പറയും. പക്ഷെ ഏറ്റവും വലിയ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായൊരു വിമർശനം ഉണ്ടായിട്ടുണ്ടാവും. അത് വേറൊന്നുമില്ല. ജയ് പഴനിയാണ്ടവ അത് കഴിഞ്ഞിട്ട് ജയ് ഭാരത് എന്തിനാ വിളിക്കണം, അതാണ് ഏറ്റവും കഠിനമായിട്ട്. അതായത് ആത്മീയതയും ദേശീയതയും അത് ചെയ്യണത് ശരിയല്ല. അതാണ് ഏറ്റവും വലിയ വിമർശനം. സാധാരണ എൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാ വെച്ചാൽ, നമ്മളൊരു സാധനം, ഞാനൊരു ഭഗവാന്റെ ഭക്തനാണ്. അദ്ദേഹം എന്ത് പറഞ്ഞാൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് മനസ്സിൽ പതിഞ്ഞ ഒരാളാണ്. അതിന് ഞാൻ കഠിനമായിട്ട് പ്രയത്നിക്കും. ശരിക്കും പറയാ വെച്ചാൽ ഞാൻ സ്പിരിച്വൽ ലീഡറിൽ സ്പിരിച്വാലിറ്റി ഏറ്റവും കുറവ് അറിയുന്ന ഒരാളാവും ഞാൻ ലീഡർമാരെ വെച്ച്. അതായത് എനിക്കൊരു വേദം അറിയില്ല, മന്ത്രം അറിയില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയില്ല. ഞാനൊരു സാധാരണ ഒരു ഭക്തൻ മാത്രമാണ്. അതേസമയം കുറെ സ്പിരിച്വൽ ലീഡർമാരെ നിർത്തി അവരുടെ അറിവൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവരുടെ അറിവിൻ്റെ പകുതി പോലും അറിവില്ലാത്തൊരു സാധാരണ ആളാണ് ഞാൻ. പക്ഷെ എൻ്റെ കൂടെ ഇത്രയധികം ജനങ്ങളുണ്ട്, ഇത്രയധികം ആൾക്കാർ ഞാൻ പറഞ്ഞ് കേൾക്കാൻ തയ്യാറാവുന്നുണ്ട്, ഇത്രയധികം ആൾക്കാർ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിരുന്നില്ല. അത് രണ്ട് കാര്യം കൊണ്ട്. ഒന്ന്, ഭഗവാനുള്ള ഭക്തി, ഭഗവാന്റെ അനുഗ്രഹം. ഫസ്റ്റ് അത് ഭഗവാന്റെ അനുഗ്രഹം. രണ്ട്, അദ്ദേഹത്തിനുള്ള ഭഗവാനുള്ള ഭക്തി. പിന്നെ ചെയ്യുന്നതിലുള്ള ആത്മാർത്ഥത. ഞാൻ ഭയങ്കരമായിട്ട് കഠിന അത് ഹാർഡ് വർക്കറാണ്. ഞാനൊരു കാര്യം ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർക്കണ വരെ അതിന്റെ പിന്നാലെ നിന്ന് അത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ലക്ഷ്യം. അത് മനീഷിന് പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ കുറെ കഷ്ടപ്പെടായിരുന്നു ചെടിയെ തുടങ്ങിയ ഇന്ന സമയത്തുള്ള തീർക്കണം. അല്ലെ അതിലൊരു കോംപ്രമൈസും ഇല്ല. പെർഫെക്ഷൻ നമുക്കൊരു അത്യാവശ്യം. അത് നമ്മൾ ഹാർഡ് വർക്കറാണ് നമ്മൾ. പക്ഷെ ഞങ്ങളെ ഒരിക്കലും അതൊന്നും വേദനപ്പെടുത്തിയിട്ടില്ല. അത് അത്രയും എന്താ പറയുക, ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് നേരിടുക, അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ആൾക്കാരുടെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത്. നമ്മളപ്പോ നമ്മൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത, സത്യസന്ധത, അതിനുവേണ്ടി നടത്തുന്ന ഹാർഡ് വർക്ക്, ഒപ്പം മുരുകന്റെ അനുഗ്രഹം. അതുകൊണ്ടാണ് നമ്മളുടെ ഒപ്പത്രയധികം ജനങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതോടൊപ്പം എനിക്കൊരു വേറൊരു കാര്യം ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആര് പറഞ്ഞാലും, മറ്റേ വിജയ് പറയില്ലേ, ഒരു പേശിക്കപ്പുറം എന്നോട് പേശി ഞാൻ കേക്ക മാട്ടെ സിനിമയില് പോക്കറി, ആ ഒരു ഇതുള്ളതാ. അപ്പൊ നമ്മളോട് പറയാണ്,
ജയ് ഭാരത് പറയാൻ പാടില്ല, ആത്മീയതയോടോ ദേശീയത പറയാൻ പാടില്ല. നമ്മളൊന്നും ഉറക്ക പറയാൻ തീരുമാനിച്ചു. അതാണ് ഈ ചാനൽ അതാണ് സല്യൂട്ട് ഭാരത്. പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഉറക്ക പറയാന്നുള്ളതാണ് അതിന് മറുപടി. അപ്പൊ നമ്മളങ്ങനെ ഒരു സാധനത്തിന് അങ്ങനെ നേരിടുന്ന ആളാ. ഡയറക്റ്റ് മറുപടി കൊടുക്കാറില്ല ഞാൻ ഒരിക്കലും. നമ്മൾ വിമർശിക്കുന്ന ഡയറക്റ്റ് പോയിട്ട് അവരെ പിന്നാലെ നിന്ന് അവരോട് സംസാരിച്ച് അവരോട് അതിന് മേലെ ഓളി തിക്കുന്നവരെ കിട്ടുന്ന ആളല്ല ഞാൻ. പ്രവർത്തികളിലൂടെ മറുപടി കൊടുക്കുന്ന ആൾക്ക് ഇത് നീ ചെയ്യാൻ പാടില്ല പറഞ്ഞാൽ എന്നാ ഞാൻ അതിന് മേലെ ചെയ്യും എന്ന് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോ ജയ് ഭാരത് എന്ന് ഉറക്കെ പറയാൻ പറ്റില്ല, ഒരു ചാനലിലൂടെ ഒന്നുകൂടി ഭാരതമായിട്ട് വരും, ഒന്നും കൂടി ഉറക്കെ നമ്മുടെ ഭക്തി ദേശീയതയും പറയും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഇത്. നമുക്ക് അതോടൊപ്പം സമൂഹത്തിനോട് കുറച്ച് ഞാനെപ്പോഴും നമ്മുടെ ഈ പുതിയ ആൾക്കാരുടെ കാര്യത്തിൽ കൺസേൺ. കാരണം നമ്മുടെ ഒരു സംസ്കാരം അവരിലെത്തണം, ഉറക്കം വിളിച്ചു പറയാൻ അവർക്ക് ധൈര്യം വരണം, ഞാൻ ഈ സംസ്കാരത്തിൻ്റെ ആൾക്കാരാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കടിച്ച പൊട്ടാത്തൊരു സാധനമായിട്ടാണ് സമൂഹത്തിന് കൊടുക്കുക. അതിത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല, അവർക്ക് ഇറങ്ങിയാൽ മനസ്സിലാവില്ല. ഇതൊക്കെ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഇതൊക്കെ വലിയ വലിയ സംഭവങ്ങളാണ്. നമുക്ക് ഇത്രയും സാധനങ്ങളൊന്നും വേണ്ട. പിന്നെ ഒരു വയസ്സായി കഴിഞ്ഞാൽ, ഒരു 50-60 വയസ്സായി കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ലൈഫിൽ ഇരുന്നാൽ മതി. അതൊന്നും അതിന് മുമ്പൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു മറ്റു പറയുന്ന ഒരു വല്ലാത്തൊരു സാധനമായിട്ട് കൊടുക്കുക. അത് മാത്രമല്ല, നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ കുറച്ച് പണ്ഡിതന്മാർക്ക് പറ്റിയ സാധനമാണ്, അങ്ങനത്തെ ഒരു ഇത് കൊടുക്കുമ്പോൾ ഇവർ അകന്നു പോവുക. അതുകൊണ്ടാണ് ഞാൻ സഹായിച്ച് സിമ്പിളായിട്ട് സ്പിരിച്വാലിറ്റി പറയണം. സ്പിരിച്വാലിറ്റി ആഘോഷാക്കണം. അതെ, ആഘോഷാക്കിയാലാണ് യുവാക്കള് കടന്നു വരുള്ളൂ. അവരങ്ങനെയാണ് ഇതിന് മനസ്സിലാക്കണം. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ കടിച്ചാൽ പെട്ടാത്തതല്ല, അതൊരു ആഘോഷമായിട്ട് എടുക്കേണ്ടതാണ്. ആ ആഘോഷം നമ്മുടെ ദേശീയതയിലും കൂടി കണക്ട് ചെയ്യേണ്ടതാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൂടി ഉപയോഗിക്കേണ്ടതാണെന്നും അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരിതൊരു വലിയ സംഭവമല്ല. അപ്പൊ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാനൊരു അത് സ്പിരിച്വാലിറ്റി ആത്മീയത പറയുന്ന ആള് ഇങ്ങനത്തെ ഡ്രസ്സ് ധരിക്കണം, ഇത്ര രീതികളിൽ സംസാരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ കുറെ നിബന്ധനകൾ വയ്ക്കും കുറെ ആൾക്കാർ. ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ നിബന്ധനകൾ ആരുള്ള ഒരാളും എല്ലാം മാർക്കേക്ക് വരരുത്, നിങ്ങൾക്കുള്ള ഇട അല്ല അത്, നിങ്ങൾക്കുള്ള ഇട അല്ല. അതായത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അതെ, അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി ലീഡർ ഇതേപോലെ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ, ഇതേപോലെ സംസാരിക്കാൻ പാടുള്ളൂ, ഇത്തരം ചിട്ടവട്ടങ്ങളൊക്കെ ചെയ്യണമെന്ന് ധരിക്കുന്ന ആരെങ്കിലും ദയവ് ചെയ്ത് എല്ലാ മാർക്കിലേക്ക് വരരുത്. നിങ്ങളുടെ ഇടമല്ല, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇടങ്ങൾ വേറെ ഉണ്ട്. ഇവിടെ അല്ല സ്പിരിച്വാലിറ്റി ആഘോഷിക്കാൻ പാടുള്ളതാണ്. ആത്മീയമായിട്ടും ഭൗതികമായിട്ട് ആഘോഷിക്കണം, ഒപ്പം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആഘോഷിക്കണം. ആ ഒരു വഴിയിൽ കൊണ്ടാണ് നമ്മുടെ സാധാരണ നമ്മുടെ അത്ര വസ്ത്രധാരണം നമ്മൾ പറയുന്ന രീതികളാക്കുകയാണ്. അപ്പോൾ ആ വിമർശനങ്ങളൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിനും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മേലെ വെക്കുക എന്നുള്ളൊരു ക്യാരക്ടർ ഉള്ളത് കൊണ്ട് ഒരു സാധനം പറഞ്ഞാൽ അതിന്റെ മേലേക്ക് എപ്പോഴും അത് നമ്മളൊരു ചവിട്ടുപടിയായിട്ട് ഉപയോഗിക്കും. ജീവിതത്തിനൊരു ഫ്യൂവലായിട്ടാ കാണാം. കാരണം നമ്മൾ അടുത്തൊരു ചവിട്ടുപടി നമ്മൾ ചിലപ്പോൾ ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കാണ്ട് കിടക്കും. ചില സംഭവങ്ങൾ വരുമ്പോഴാണ് ഈ ഒരു ഏരിയ നമുക്ക് ഉണ്ടല്ലോ, നമുക്കിത് ഉപയോഗിക്കാമല്ലോ എന്ന് അവർ നമുക്ക് ടോർച്ചടിച്ച് കാണിക്കുകയാണ് ചെയ്യണത്. അപ്പൊ അതിലേക്ക് വെളിച്ചം കിട്ടി. അല്ല, വിമർശനങ്ങളെ അങ്ങനെ ഞാൻ കാണണമെന്ന് പറയാ. നമ്മൾ ശ്രദ്ധിക്കാത്ത മേഖലയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ സഹായിക്കുന്ന ആൾക്കാരാണ് ഇത്ര ആൾക്കാർ. ഈ അടുത്തൊരു ചോദ്യം, ഇപ്പോൾ പേഴ്സണൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ആയതാണ് ഞാൻ പറയാണ്. നിരവധി ദൗത്യങ്ങൾ ഉണ്ട്, ഇൻസ്ട്രക്ഷൻസും ഒക്കെ വരുന്നു, ദർശനങ്ങൾ വരുന്നു, അതുമായി ബന്ധപ്പെട്ട് യാത്രകളിലേക്ക് പോകുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യന് 24 മണിക്കൂറുള്ളൂ. ഇതിൽ ഈ ദൗത്യങ്ങളായാലും ശരി, ഈ നിയോഗങ്ങളായാലും ശരി, നിമിത്തങ്ങളായി മാറുന്നു, പല പ്രശ്നങ്ങളും നേരിടുന്നു ഒക്കെ ഉണ്ട്. കുടുംബജീവിതത്തിന് സുഹൃത്ത് ബന്ധങ്ങൾ എങ്ങനെ ഇത് ബാലൻസ് ചെയ്തു പോകും? ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ ലെവലില്. അതായത് ഞാൻ സുഹൃത്ത് ബന്ധത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ അധികം അങ്ങനെ ആൾക്കാരോട് വഴക്ക് കൂടുന്ന ആളല്ല. പിന്നെ ഞാൻ ഇപ്പം എൻ്റെ ജോലി സ്ഥലത്ത് 36 കൊല്ലമായി. പല ഓഫീസിലും മാറി ഇരുന്ന ഓഫീസിൽ, പക്ഷെ ഒരു ഓഫീസിൽ പോലും ഞാൻ ഒരാളായിട്ട് വഴക്കൂടിയിട്ടില്ല. 36 കൊല്ലത്തിനുള്ളിൽ ഒരു ഓഫീസിലും ഒരാളായിട്ട് ഞാൻ വഴക്കൂടിയിട്ടില്ല. ഈ ഓഫീസിൽ എവിടെ പോയി നിങ്ങൾ ആര് വേണമെങ്കിൽ അന്വേഷിച്ചാലും
ചിലപ്പോൾ നമുക്കൊരു വ്യക്തിനെ ഇഷ്ടപ്പെടാതിരിക്കാം, കാരണങ്ങളില്ലെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കാം. അതല്ലാണ്ട് എന്നെ കുറ്റം പറയുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല. കാരണം ഞാൻ ഒരാളെ വെറുപ്പിക്കാറില്ല, ഒരാളോട് ദേഷ്യപ്പെടാറില്ല, ഒരാളെ ഉപദ്രവിക്കാറില്ല. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ വന്ന് അന്വേഷിച്ചോളൂ, അതിർത്തി തർക്കം പോലും എന്തൊക്കെ ഉണ്ടായിട്ടില്ല. ആൾക്കാരായിട്ട് അതിർത്തി തർക്കമില്ല, അങ്ങനത്തെ പോലും ഉണ്ടായിട്ടില്ല. അത് നാട്ടിലും നമ്മൾ ഇത്ര കൊല്ലമായില്ല ജീവിച്ചു തുടങ്ങിയിട്ട്, നമ്മൾ നാട്ടിൽ ഒരാളെ പോലും ഉപദ്രവിച്ചു ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഒരാൾ പോലും നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഒരാളോട് പോലും ഞാൻ വഴക്ക് കൂടിയിട്ടില്ല. അപ്പോൾ എവിടെ നിന്നാലും അന്വേഷിച്ചാലും നമ്മളെ കുറിച്ച് കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണകൾ മിനിമം കിട്ടുള്ളൂ. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കണ ഒരാളെ വഴക്ക് കൂടണ്ട, ആരും ഉപദ്രവിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടേതായ ഒരു വഴികളോട് സഞ്ചരിക്കുക, നമുക്ക് പറ്റാവുന്ന ആൾക്കാരെ സഹായിക്കുക, പറ്റില്ലെങ്കിൽ പറ്റില്ല. നമ്മൾ ഒരു വലിയൊരു ഭഗവാൻ ഡ്യൂട്ടി ഏൽപ്പിച്ച് സഞ്ചരിച്ച് പോവുക എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പം നമുക്കൊരു കുറേ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ആ സുഹൃത്ത് ബന്ധങ്ങൾ, അതായത് സ്പിരിച്വാലിറ്റിക്ക് പുറത്ത് നമ്മൾ ചെറുപ്പം തൊട്ടേ കളിച്ച് വളർന്ന, എനിക്ക് വീടിൻ്റെ അടുത്തൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിലായിരുന്നു എൻ്റെ ചെറുപ്പകാലം മുഴുവൻ. ബുക്കിലൊക്കെ പറയാം. ബുക്കിലൊക്കെ അവിടെ തന്നെയായിരുന്നു നാടകങ്ങളും മിമിക്രി അങ്ങനത്തെ കുറേ പരിപാടികളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, വേറെ സ്ഥലത്ത് വേറെ ക്രിക്കറ്റ് ക്ലബ്ബുണ്ട്, അവിടെ ഫുട്ബോൾ കളിക്കാൻ പോകും. പക്ഷെ ഇതൊക്കെ എനിക്ക് നഷ്ടം. ഇപ്പം ഈ അടുത്തായിട്ട് ഇതൊക്കെ മിസ്സിങ് ആണ്. എനിക്ക് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റാറില്ല. അവര് ടൂർ പോവുക, ഇടയ്ക്ക് എന്നെ വിളിക്കും ടൂർ പോകുമ്പോൾ. ഞാൻ ഒരു മാസത്തിൽ ഇത്ര യാത്ര ചെയ്തിട്ട് വേറെ ടൂറിന് പോകാൻ നടക്കില്ല. അപ്പോൾ ആ ടൂർ അവരോടൊപ്പമുള്ള യാത്രകൾ നഷ്ടപ്പെടുന്നുണ്ട്, അവരോട് ഇരിക്കണത് നഷ്ടപ്പെടുന്നുണ്ട്. അത്തരം കുറേ പേഴ്സണലായിട്ട് ഞാൻ ഒരുപാട് സിനിമ കാണുന്ന ആളാണ്. ഇതറിഞ്ഞ സിനിമകളൊക്കെ കാണും. അപ്പോൾ വീട്ടിലൊരു ഹോം തിയേറ്റർ ഉണ്ട്, പുറത്തെ തിയേറ്ററിൽ പോയി കാണും. അതും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ടൈം എന്നുള്ളതിന് വളരെ വീട്ടില് വൈഫ് കുട്ടികളുടെ കൂടെ മാക്സിമം ഞാൻ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബർത്ത്ഡേക്ക് ഭവന്റെ ഡ്യൂട്ടി പറഞ്ഞാലുള്ള വീട്ടിൽ അങ്ങനെ ഒരു ബാലൻസിങ് വീട്ടിൽ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് വളർന്നു വരുന്ന കുട്ടികൾക്കിടെ കൂടി ഇരിക്കേണ്ട ടൈമാണ്. ഒരു 3-4 കൊല്ലം കൂടി കഴിഞ്ഞാൽ അവരവരുടെ ജോലിയും ഇതായിട്ട് അവരവരുടെ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്കിത് കിട്ടില്ല, നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അതൊരിക്കലും വീട്ടിൽ ഞാൻ നഷ്ടപ്പെടുത്താറില്ല. പക്ഷെ കൂട്ടുകാരൊപ്പം പഴയ പോലെ ഇരിക്കാൻ പറ്റാത്തതിന് ഭയങ്കര വിഷമമാണ്. പക്ഷെ VRS എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എനിക്ക് സമയം കിട്ടും. അപ്പോൾ ഞാനതൊക്കെ തിരിച്ചു പിടിക്കണം എന്നുള്ള ആഗ്രഹമാണ്. കാരണം അതൊരു അതായത് ഒരു പ്രത്യേക അജണ്ടകളില്ലാണ്ട് ആണ് നമ്മുടെ സൗഹൃദം രൂപപ്പെടുക. ചെറുപ്പകാലത്തെ സൗഹൃദം അവിടെ വേറെ നീ വലുത് ഞാൻ വലുത് എന്നുള്ള ചിന്തകൾ ആർക്കും ഉണ്ടാവില്ല. ഒരുമിച്ച് കൂടുന്നു, കുറെ നേരം വർത്തമാനം പറയണു, ആ വർത്തമാനത്തിന് ഗുണമൊന്നും ഉണ്ടാവില്ല. അവരവരുടെ ഇതിലേക്ക് വീണു കളിക്കാൻ പോണു. അപ്പൊ അത്തരം ചില കുറച്ച് സമയങ്ങൾ എനിക്ക് വേണമെന്നുണ്ട്. കാരണം നമ്മുടെ കൂടെ കളിച്ചേർന്നുള്ള ഒരു വെറുതെ എന്ന് പറയുന്നത് സംസാരിക്കും, അത് കഴിഞ്ഞ് വീട്ടിൽ പോകണമെന്നുള്ള പോലെയുള്ള കുറച്ച് സമയം കിട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പൊ കുറെ കാലമായിട്ട് കിട്ടാറില്ല. പക്ഷെ VRS ഒക്കെ എടുത്തു കഴിഞ്ഞ ഒരു വിഷയം അത് ഞാൻ വീണ്ടും തിരിച്ചു പിടിക്കണം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം ബന്ധങ്ങളും ഇത്ര സ്നേഹങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ സുഖകരമായ നിമിഷങ്ങൾ. പിന്നെ വായന കുറെ വീണ്ടും ഇപ്പൊ തിരിച്ചു പിടിക്കുന്നുണ്ട്. കുറെ ഭയങ്കരമായിട്ട് വായനയുള്ള ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ കുറെ കാലമായിട്ട് അത് പറ്റാറില്ല വീണ്ടും. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരും ആൾക്കാർ പേഴ്സണൽ ലൈഫായിട്ട് ബന്ധപ്പെട്ടത്. നമുക്ക് അത് വായിച്ചില്ലെങ്കിൽ അവർ വോയിസ് ആയിട്ട് പോകുമ്പോൾ എത്രയോ വലിയ വലിയ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാർ. നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുടുംബം രക്ഷപ്പെടും, സന്തോഷിക്കും. അപ്പം അതിന് കിട്ടുന്ന സന്തോഷമുണ്ട്. അപ്പം എത്ര ഫ്രീ ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ നോക്കിയാലും ഇതൊക്കെ നമ്മുടെ ചുറ്റും ഭഗവാന്റെ ഡ്യൂട്ടി ഉണ്ടാവും, ഇത്ര ആൾക്കാരുടെ പ്രാർത്ഥനകളുടെ ആവശ്യങ്ങളുണ്ടാവും, പിന്നെ പുതിയ പുതിയ പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യം ഉണ്ടാവും, പിന്നെ എപ്പോഴും ഭഗവാനൊരു ഡ്യൂട്ടി ഇട്ട് അത് ഭംഗിയായിട്ട് ചെയ്യാനുള്ളതുണ്ടാവും. ഇപ്പം പല ചാനൽ വരുന്നു, അതിനപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി വരുന്നു. നമ്മുടെ പേഴ്സണൽ ലൈഫിൻ്റെ സമയം, നമ്മുടേതായ സമയം കുറഞ്ഞു വരുന്നു. ഏതൊരു സാധാരണ ലൈഫൊന്ന് അതിന്റെ അപ്പുറത്തേക്ക് കിടക്കുന്ന ഏതൊരാളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ കാണുന്നത്. അപ്പൊ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ VRS ഒക്കെ എടുത്തതിന് അതിലേക്കൊക്കെ കടക്കണം എന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ തിരിച്ചു പിടിക്കണം എന്ന് പറയുന്നത്, അതിൽ ഒരാളുടെ സ്വപ്നമുണ്ട്, രജത് കുമാറിന്റെ സ്വപ്നം ഒരു തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു സിനിമ സംവിധായകനാണെന്ന്. അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഉണ്ടാവുമോ? സാധ്യത കുറവാ. കാരണം ഞാൻ പൂർണ്ണമായി ഭഗവാന്റെ ഡ്യൂട്ടിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോ പക്ഷെ ഇതൊക്കെ വേറെ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ
എന്നെ തിരക്കഥാകൃത്തായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ ഏതൊരാളും തിരക്കഥ എഴുതുമ്പോഴായിട്ട് ഏതൊരു മലയാളിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താ, ലാലേട്ടനെ വെച്ചൊരു സിനിമ. പേനെടുത്ത് എഴുതാൻ പറഞ്ഞവന്റെ ഏറ്റവും വലിയ ലാലേട്ടനെ വെച്ചൊരു സിനിമയാണ് അവന്റെ മനസ്സിലുണ്ടാവും, ഏറ്റവും വലിയ സ്വപ്നം. ആ ആളായിട്ട് ഞാൻ ഫോണിൽ സംസാരിക്കുന്നു, വീട്ടിൽ വെച്ച് കാണുന്നു, വളരെയധികം അടുപ്പം ഉള്ള അദ്ദേഹം എന്നെ വിളിക്കാറുണ്ട്. ആലോചിച്ചേക്ക്, അപ്പൊ ഏതൊരു മറ്റൊക്കെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന സ്വപ്നമാണ്. പക്ഷെ ആള് വേറെ രീതിയിൽ എന്റെ ചുറ്റുമുണ്ട്. അപ്പൊ നമ്മൾ സംസാരിക്കാറുണ്ട്. അത്രയും വലിയൊരു മഹാനടനോട് കൂടി വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹത്തിൽ. വേറെ രീതിയിൽ പറയുമ്പോൾ ഇതൊരു മീഡിയ നമ്മുടെ കയ്യിലുണ്ടാവുന്നുണ്ട്, ഒരു വലിയൊരു ന്യൂസ് ചാനൽ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എന്താ പറയാ, അത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ അടുത്ത് മാരീഷ് എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോ എന്റെ പേരയില് താങ്ക്സ് എന്ന് പറഞ്ഞ രജിത് കുമാർ, ഫഹദ് ഫാസിൽ ഞാൻ എത്ര കാലം മുമ്പ് എന്റെ രാഗം, അത് രാഗത്തിലെ ഞാൻ പടക്കണ്ട, എന്റെ ഏറ്റവും അന്നത്തെ കാലത്ത് സ്വപ്നം രാഗം തിയേറ്ററിൽ എന്റെ പേര് എഴുതി കാണിക്കുന്നത്. പക്ഷെ വേറെ രീതിയിൽ ഞാൻ പോയിട്ട് അത് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ കണ്ട കാര്യങ്ങളൊക്കെ എന്റെ ചുറ്റും ഭഗവാൻ കൊണ്ട് ഞാൻ ഒന്നും ചെയ്യാണ്ട് വരുന്നതാണ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത്ര സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി ഈ വലിയൊരു ദൗത്യത്തിന്റെ ഭാഗമായി. വേറൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ LMRKയുടെ ക്യാപ്റ്റൻ, പിന്നെ മറ്റ് നിരവധി ഉത്തരവാദിത്തങ്ങൾ എല്ലാം നടക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടിരിക്കാൻ സമയമില്ല, എന്നിരുന്നാലും ഒരു സമയം ഫ്രീ ആയിട്ടിരിക്കാൻ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ ഒരു സമയത്ത് എന്തായിരിക്കും രജിത് കുമാറിന്റെ എന്ന വ്യക്തിയുടെ ഉള്ളിൽ നടക്കുന്ന ചിന്ത? എന്തിനെ പറ്റിയായിരിക്കും? അല്ല, സത്യം പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടണില്ല എന്നുള്ളതൊരു സത്യമാണ്. എപ്പോഴും നമുക്ക് ഈ ഉത്തരവാദിത്തം, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകതയാണ്, റെസ്പോൺസിബിലിറ്റി ഞാൻ എപ്പോഴും ഏറ്റെടുക്കും. ഒരു സാധനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഫിനിഷ് വരെ അതിൽ തന്നെയാണ്. അതിങ്ങനെ ചിന്തിച്ച് അതിൽ ഏറ്റവും ഭംഗിയാക്കുക എന്നുള്ളൊരു പെർഫെക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. അത് തുടർച്ചയായിട്ട് ഭവന്റെ ഡ്യൂട്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന കാരണം എപ്പോഴും ആ ചിന്തയാണ്. ഈ ചാനൽ വരുമ്പോൾ അതിന്റെ ചിന്തയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുക കാരണം അതിന്റെ ചിന്തകളിൽ ഏറ്റവും ഭംഗിയാക്കുക എന്നുള്ള ചിന്തകൾ തന്നെയാണ് വരുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരാൾ വന്ന മെസ്സേജിനെ കുറിച്ചാവും ചിന്തിക്കുക, അവർക്ക് ഭാഗ്യം ശരിയായി ആവോ, അങ്ങനെ ചിന്ത. ഇതൊന്നും ഇല്ലാത്ത കുറച്ച് ഫ്രീ ടൈം വേണമെന്ന് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പഴനിയിലേക്ക് ഒരു പോക്ക് പോകും. അത് ഞാനും ഭഗവാനായിട്ട് അടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചിന്തകളൊക്കെ മാറി 2 ദിവസം, അത് ഇപ്പോൾ വളരെ കുറഞ്ഞ് അങ്ങനെ പോണത്. പക്ഷെ അത് അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ 2 ദിവസം പഴനിയിൽ ഞാൻ ഫോട്ടോ ഒന്നും ഇടില്ല. വെറുതെ ആ ഗതിവീതിയിൽ ചുറ്റും നടക്കുക, പ്രാർത്ഥിക്കുക, ആ തിരുവാങ്കുടി അമ്പലത്തിൽ തൊഴുക, അങ്ങനെ പരമാവധി പഴനികളുടെ അടുത്ത് ഭഗവാന്റെ അടുത്ത് ഇരിച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാൻ ഇടയ്ക്കൊരു യാത്ര ചെയ്യാറുണ്ട്. അതാണ് ആകെ അത്ര ചിന്തകളിൽ കിട്ടുള്ളൂ. പിന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ പിന്നെ ഫാമിലിയിലെത്തുമ്പോൾ അറിയാലോ, നമ്മൾ അവരുടെ ഒരാളായിട്ട് മാറണം. അത് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. കാരണം അത് ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ അവിടെയും നമ്മൾ കാണിക്കുന്ന റെസ്പോൺസിബിലിറ്റി, അതൊരു റെസ്പോൺസിബിലിറ്റി, അതിന് നീതി പുലർത്തുക എന്നുള്ളത്. അത് എവിടെയും ഞാൻ നീതി പുലർത്തും. അപ്പോൾ എപ്പോഴും ഞാൻ അത് നല്ലൊരു അച്ഛനായിട്ട്, നല്ലൊരു ഭർത്താവായിട്ട്, നല്ലൊരു അമ്മയുള്ളപ്പോൾ നല്ലൊരു മകനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഫാമിലിയിൽ, നല്ലൊരു ഭർത്താവായിട്ടും നല്ലൊരു അച്ഛനായിട്ടും. അതല്ലാണ്ടുള്ള ചില സമയത്ത് ഒറ്റയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുക തീർച്ചയായും സ്പേസിനെ കുറിച്ചായിരിക്കും. ഏറ്റവും ഇഷ്ടം ആ യൂണിവേഴ്സിലൂടെ അതിൻ്റെ രഹസ്യങ്ങളിലൂടെ ഉള്ളിലേക്ക് പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആ ഗ്രഹങ്ങളെ കുറിച്ചും സ്പേസിനെ കുറിച്ചും വേറൊരു യൂണിവേഴ്സിനെ കുറിച്ചും അത്തരം ഒരു ഇതിലേക്കാണ് ഞാൻ കൂടുതൽ ഒറ്റയ്ക്ക് കിട്ടിയ ചിന്തിക്കുക തീർച്ചയായും. എല്ലാത്തിനും അതിന് ഭഗവാൻ അനുഗ്രഹം ഉണ്ടാക്കി തരട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്ത ജീവിതമല്ല എനിക്ക് ഉണ്ടായത്. ഇപ്പം എൻ്റെ കയ്യിലും അല്ല എൻ്റെ ജീവിതം. കാരണം ഞാൻ വിചാരിച്ച ഒരു കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നു, പക്ഷെ ഞാൻ വിചാരിക്കാത്തതിൻ്റെ അപ്പുറം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു വെള്ളം പോലെയാ, അദ്ദേഹം നയിക്കുന്നത് കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം. എൻ്റെ കയ്യിൽ ഒന്നും കൺട്രോളില്ല, എല്ലാം പോയി. അദ്ദേഹം കൊണ്ടുപോകണ ഒഴുക്കിക്കൂടെ സഞ്ചരിക്കുക, ആ ഒരു വെള്ളം പോലെ ഒഴുകി പോവുക എന്നുള്ളതാണ്. ആ വെള്ളം ഏറ്റവും തെളിമയോടുകൂടി നിലനിർത്തുക എന്നുള്ളത് എൻ്റെ ജോലിയാണ്. അത് ഞാൻ സഹായിച്ച് നിർത്തുന്നുണ്ട്. എന്തായാലും സന്തോഷം, അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ജയ് ഭാരത്. ഈ വലിയ ദൗത്യയാത്രയിൽ തൻ്റെ കുടുംബ ബന്ധങ്ങളെയും
സുഹൃത്ത് ബന്ധങ്ങളെയും എങ്ങനെയൊക്കെ രജത്ജി ബാലൻസ് ചെയ്യുന്നത് നമ്മളോട് പങ്കുവച്ചു. അദ്ദേഹത്തിന് ഇനിയും ഇതുപോലുള്ള രസകരമായ നിമിഷങ്ങൾ തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ ആശംസകളും.